അങ്ങനെ പാവങ്ങളുടെ കൺകണ്ട ദൈവമായ ടോണി അച്ചായൻ ചാരിറ്റിയുടെ മറവിൽ തന്നോട് മിസ്ബിഹേവ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ചില പെൺകുട്ടികൾ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒന്നിലധികം പെൺകുട്ടികളാണ് കേട്ടോ ഇപ്പൊ ഇച്ചായനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. മിക്കവാറും ഇത് ടോണി അച്ചായനെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ആരാണ് ടോണി അച്ചായൻ എന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സ്വർണ്ണ വ്യാപാരിയാണ് ഈ പറയുന്ന ടോണി അച്ചായൻ. പക്ഷെ മൂപ്പരുടെ സ്വർണ്ണ വ്യാപാരത്തിനപ്പുറത്തേക്ക് മൂപ്പര് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് ഒരു ചാരിറ്റി പ്രവർത്തകനായിട്ടാണ്. ഈ ഷെഡിലും കൂരയിലും ഒക്കെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളെ തേടി പിടിച്ച് കണ്ടെത്തുക, എന്നിട്ട് അവർക്ക് വീഡിയോ വെച്ച് കൊടുക്കുക, അത് വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുക. ഇതാണ് മൂപ്പരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇതുവരെ മൂപ്പര് നിലവിൽ 40ഓളം ആളുകൾക്ക് അങ്ങനെ വീഡിയോ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. ഇങ്ങനെ പബ്ലിക്കായ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് പിന്നിൽ മൂപ്പർക്ക് മറ്റു പല ഉദ്ദേശങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ അല്ലേ, എന്തുദ്ദേശം കൊണ്ടാണെങ്കിലും മൂപ്പര് കാരണം കുറച്ച് പാവപ്പെട്ടവർക്ക് സഹായം കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മൂപ്പര് എന്തുദ്ദേശം വെച്ചിട്ടാണെങ്കിലും ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് മാസീവ് സപ്പോർട്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. മൂപ്പര് പറയുന്നത് മൂപ്പര് ഈ വീഡിയോ വെച്ച് കൊടുക്കുന്നതല്ല മൂപ്പർക്ക് സ്വർണ്ണ വ്യാപാരത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് എടുത്തിട്ടാണ് എന്നുള്ളതാണ്. അല്ലാതെ ജനങ്ങളിൽ നിന്ന് പിരിച്ചു കിട്ടിയ കാശ് കൊണ്ടെന്നല്ല കേട്ടോ മൂപ്പര് പാവപ്പെട്ടവർക്ക് വീഡിയോ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുദ്ദേശത്തിന്റെ പുറത്താണെങ്കിലും അത് നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. അതിലൊന്നും നമുക്ക് യാതൊരു കുറ്റം പറയാനില്ല. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്കാണ് ഈ പറഞ്ഞ ടോണി അച്ചായൻ വീട് വെച്ച് കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി, ഒരു കാലിന് വയ്യാത്ത ഒരു വ്യക്തിയാണ്. ഇവർക്ക് വീട് വെച്ച് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ചില കള്ളികൾ വെളിച്ചത്താകുന്നത്. അവിടെ സംഭവിച്ചത് എന്താണ്? ഈ കാലിന് വയ്യാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മൂപ്പർക്ക് പഞ്ചായത്ത് വക ഗവൺമെന്റിന്റെ ലൈഫ് മിഷൻ പദ്ധതി വഴി കിട്ടിയ വീടായിരുന്നു അത്. ആ വീടിന്റെ തറക്കല്ലും മറ്റു പരിപാടികളും എല്ലാം ഗവൺമെന്റിന്റെ വകയായിരുന്നു. പക്ഷെ ആ വീടിന് ടോണി അച്ചായൻ നല്ലൊരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫർണിച്ചറിനും ടൈൽസ് പണിക്കും മറ്റുമൊക്കെ ആയിട്ട് ഏകദേശം 3 ലക്ഷത്തോളം രൂപ ടോണി അച്ചായൻ ചെലവാക്കിയിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ടോണി അച്ചായൻ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തു? അവർക്ക് കിട്ടിയ വീടിന്റെ ചെലവ് മുഴുവനും ടോണി അച്ചായനാണ് എടുത്തത് എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് അങ്ങ് പറയിപ്പിച്ചു. ആ വീടിന്റെ ക്രെഡിറ്റ് മുഴുവനും ടോണി അച്ചായൻ അങ്ങ് തട്ടിയെടുക്കാൻ നോക്കി. അധികം വൈകാതെ തന്നെ മൂപ്പരുടെ കള്ളി വെളിച്ചത്താവുകയും ചെയ്തു. ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നത് മറ്റാരുമല്ല, സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പോലും പബ്ലിക് സപ്പോർട്ട് അവിടെയും കിട്ടിക്കൊണ്ടിരുന്നത് ടോണി അച്ചായന് തന്നെയാണ്. ഇപ്പൊ സീക്രട്ട് ഏജന്റ് മൂപ്പരുടെ ഈ കള്ളി വെളിച്ചത്ത് കൊണ്ടുവന്നെങ്കിൽ കൂടിയും ആൾക്കാർ പറയുന്നത് എന്താണ്? ആയിക്കോട്ടെ, ഈ പറഞ്ഞ ടോണി അച്ചായൻ ആ വീടിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നോക്കിക്കോട്ടെ, എന്നാലും അത് കാരണം പാവങ്ങൾക്ക് സഹായം കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ അത് നോക്കിയാൽ പോരെ എന്നുള്ള രീതിയിൽ ആളുകൾ മുഴുവനും അപ്പോഴും ടോണി അച്ചായനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ അറിഞ്ഞിടത്തോളം ടോണി അച്ചായൻ നല്ല PR വർക്ക് സോഷ്യൽ മീഡിയയിൽ നടത്തുന്നുണ്ട്. നാട്ടിലുള്ള സകല ഓൺലൈൻ മീഡിയകൾക്കും മൂപ്പര് അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് മൂപ്പര് പ്രൊമോട്ട് ചെയ്യിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുറന്നു നോക്കിയാൽ മനസ്സിലാകും. എവിടെ നോക്കിയാലും ഇപ്പം ടോണി അച്ചായനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളും വീഡിയോകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതൊക്കെ മൂപ്പര് ചെയ്യുന്ന PR വർക്കിന്റെ ഭാഗമാണ്. മാത്രമല്ല മൂപ്പർക്കെതിരെ ആർക്കും ഒരു വീഡിയോ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം മൂപ്പർക്കെതിരെ ആരെങ്കിലും ഒരു അക്ഷരം മിണ്ടി കഴിഞ്ഞാണെങ്കിൽ കമന്റ് ബോക്സിൽ പൂര തെരുവിളിയാണ്. അത് മൂപ്പരുടെ PR വർക്കിന്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ PR വർക്ക് കാരണം നമുക്ക് എങ്ങനെ സോഷ്യൽ മീഡിയ വിലക്ക് വാങ്ങാൻ പറ്റുന്നുള്ളത് നമ്മൾ ബിഗ് ബോസിന്റെ സമയത്തൊക്കെ കണ്ടതാണല്ലോ. നല്ല PR വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് സോഷ്യൽ മീഡിയ അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അത്രയും പവറുണ്ട് ഇന്നത്തെ കാലത്ത് PR വർക്കിന് എന്ന് പറയുന്നത്. കയ്യിൽ ക്യാഷ് ഉണ്ടോ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ വിലക്ക് വാങ്ങാൻ പറ്റും. പണ്ടത്തെ പോലെ ഒന്നുമല്ല. ടോണി അച്ചായന്റെ കേസിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ PR വർക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ നാട്ടുകാരുടെ ഒരു മൈൻഡ് സെറ്റും ടോണി അച്ചായന് കുറെ തുണയായി മാറിയിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരെ മൈൻഡ് എന്താ? ഒരാൾ പാവപ്പെട്ടവനെ സഹായിക്കുന്നുണ്ടോ അത് മതി. പിന്നെ ആ വ്യക്തി എന്ത് ചെറ്റത്തരം കാണിച്ചാലും ആൾക്കാരെ അയാളെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. ആൾക്കാരെ അയാൾ ദൈവമായി കാണും. അത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ടോണി അച്ചായന്റെ കേസിലും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മൂപ്പര് ഇനിയിപ്പോ എന്ത് തമ്മാടിത്തരം കാണിച്ചാലും ആൾക്കാർ പറയുന്നത് എന്താണ്? എന്തൊക്കെ പറഞ്ഞാൽ എന്താ? മൂപ്പര് കാരണം കുറെ പാവങ്ങൾക്ക് സഹായം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. എന്തായാലും ഇതെല്ലാം കൂടി ആയ സമയത്ത് ടോണി അച്ചായൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരച്ചിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ വരച്ചുന്നതിന്റെ അടുക്കാണ് ടോണി അച്ചായന്റേതെന്ന് പറയപ്പെടുന്ന ഒരു വോയിസ് ക്ലിപ്പ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പലരും ഇതിനോടൊക്കെ അത് കണ്ടു കാണും. ഇനി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെന്നെ നിന്നെ കേട്ടോ. ഐ ലവ് യു ഉമ്മ. എടി ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ടോ അതുപോലെ ഇഷ്ടമാണ് നിന്നെ. എനിക്ക് അതുപോലെ ജീവനായി പോയടി ഭാഗം. ഓക്കെ, പലരും ഈ വോയിസ് ക്ലിപ്പ് ഇതിനോടൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ആണ്, ഇത് ശരിക്കുമുള്ള ഇച്ചായനല്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്തെന്നെയാലും കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഈ വോയിസ് ക്ലിപ്പ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നല്ലോണം കിടന്ന് കറങ്ങുന്നുണ്ട്. എന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ അതെടുത്ത് റിയാക്ട് ചെയ്യാൻ പോയില്ല. ചുമ്മാ എവിടെന്നെങ്കിലും ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയെന്ന് വിചാരിച്ച് അതെടുത്ത് റിയാക്ട് ചെയ്യുന്ന അത്ര ശരിയല്ലല്ലോ. അത് കാരണം ഞാൻ ഈ സംഭവം ഒഴിവാക്കി വിട്ട്. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് എന്റെ കാസറ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ ചില വോയിസ് ക്ലിപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഈ പറഞ്ഞ ടോണി അച്ചായനുമായി ബന്ധപ്പെട്ട് ചില പെൺകുട്ടികളുടെ വോയിസ് ക്ലിപ്പാണ് കേട്ടോ. അതിൽ ആദ്യത്തെ വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന ടോണി അച്ചായൻ ഈ അടുത്ത കാലത്ത് ഏതൊരു കോളേജ് ഫംഗ്ഷനിൽ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടോണി അച്ചായൻ ആ കോളേജ് ഫംഗ്ഷന് വേണ്ടി ക്ഷണിച്ചത് ആ കോളേജ് യൂണിയനിലുള്ള ഒരു പെൺകുട്ടിയാണ്. എന്തായാലും അങ്ങനെ ക്ഷണിച്ച പെൺകുട്ടിയോട് ടോണി അച്ചായൻ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പാണ് ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ ടോണി അച്ചായൻ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ ഒരു വോയിസ് ക്ലിപ്പ് തന്നെയാണത്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കോളേജിൽ നിന്ന് നമ്മുടെ കോളേജിൽ വേറെ ഡിപ്പാർട്ട്മെന്റിൽ എന്തോ ഒരു ഫെസ്റ്റ് സംതിങ് പരിപാടി
പരിപാടി എന്തോ നടക്കാൻ പോവാ. അപ്പോൾ സ്പോൺസർഷിപ്പിനായിട്ട് ആ ടീമിൽ നിന്ന് ഉള്ള ആൾക്കാർ ഈ പുള്ളീനെ പുള്ളിന്റെ മാനേജറിനെ കോൺടാക്ട് ചെയ്തു. അത് ത്രൂ പുള്ളീനെ കോൺടാക്ട് ചെയ്തു. അപ്പം അതിനകത്തൊരു ഗേൾ ഉണ്ടായിരുന്നു. ആ ഗേൾ ആയിരുന്നു ഈ പുള്ളി അച്ചായനോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ കുട്ടിക്ക് ഈ പുള്ളിക്കാരൻ രാത്രിയായി കഴിയുമ്പോൾ മാത്രം, പകലൊന്നും ഇല്ല, രാത്രിയായി കഴിയുമ്പോൾ മാത്രം പുള്ളി ഈ കൊച്ചിന് മെസ്സേജ് അയക്കും. അപ്പൊ അതിനകത്ത് ഒരു വോയിസ് മെസ്സേജ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിനകത്ത് നേരത്തെ സ്റ്റോറി ഇട്ടില്ലേ, അതേപോലൊക്കെ തന്നെ നിന്നെ പോലെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല, നീ എന്ത് സുന്ദരിയാ പൊന്നെ കാണാൻ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വൾഗർ ആയിട്ടുള്ള ഒരു വോയിസ് നോട്ടാ പുള്ളി ആ പെങ്കൊച്ചിന് അയച്ചിരുന്നത്. അത് ഓൾമോസ്റ്റ് എന്റെ കോളേജിലുള്ള കുറെ ആൾക്കാർ ആ വോയിസ് കേട്ടിട്ടുണ്ട്. ലൈക്ക് ഈ സ്റ്റോറിയിൽ കിടക്കുന്ന പോലെ തന്നെ സിമിലർ ഒരു വോയിസ് ആയിരുന്നു അത്. പിന്നെ അതുമല്ല, പുള്ളി ഓൾറെഡി എന്റെ കോളേജ് പരിപാടി ഇതാന്ന് അന്നേ നമുക്ക് മനസ്സിലായിരുന്നു. കാരണം ഈ വോയിസ് നോട്ട് ഞങ്ങളുടെ കോളേജ് ഫുള്ള് ഒരുപാട് ആൾക്കാർ കേട്ടതും ഞങ്ങളുടെ കുറെ മിസ്സുമാരെയൊക്കെ കേൾപ്പിച്ചതായിട്ടുള്ള വോയിസ്. കാരണം അതിനകത്ത് പുള്ളി റിപ്പീറ്റഡ് ആയിട്ട് ആ കൊച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. കൊച്ച് വളരെ ഡീസെന്റ് ആയിട്ട് ആ ഒരു സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിന് വേണ്ടി ആ രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ പുള്ളി രാത്രിയായി കഴിയുമ്പോൾ മാത്രം ഇങ്ങനെയുള്ള സംസാരം, അത് പുള്ളി എല്ലാരോടും പറയുന്നതൊക്കെ ഒരേ വാക്കും ഒക്കെ തന്നെയൊക്കെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ ടോണേച്ചായനെതിരെയുള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത്. ഈ വോയിസിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. സംഭവം മറ്റൊന്നുമല്ല, അതായത് ഈ കോളേജ് യൂണിയനിൽ ഈ പറഞ്ഞ ടോണേച്ചാനെ ക്ഷണിച്ച പെൺകുട്ടിയോട് രാത്രി ആയി കഴിഞ്ഞാണെങ്കിൽ ടോണേച്ചാൻ കോയിത്തരം കാണിക്കുന്നുള്ളതാണ് പറയുന്നത്. മൂപ്പര് കോയിത്തരം കാണിച്ചുകൊണ്ട് ഈ പെൺകുട്ടി കാഴ്ച വോയിസ് ക്ലിപ്പ് മൊത്തം ആ കോളേജ് മൊത്തം പാട്ടാണെന്നൊക്കെയാണ് ഈ വോയിസിലൂടെ പറഞ്ഞു വെക്കുന്നത് അല്ലേ. ഞാനിപ്പോഴും പറയുന്നു, ഇത് ജസ്റ്റ് ഒരു വോയിസ് ക്ലിപ്പ് മാത്രമാണ്, ഇതൊരു ആരോപണം മാത്രമാണ്. പണ്ടത്തെ പോലെ എവിടുന്ന ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോഴേക്കും എന്റെ അഭിപ്രായത്തിൽ ടോണേച്ചാനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്ന സ്ഥിതിക്ക് ടോണേച്ചാൻ തന്നെ ഇതിന് സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരണമെന്നാണ് എന്റെ അഭിപ്രായം. ടോണേച്ചാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ടോണേച്ചാൻ ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല, ടോണേച്ചാൻ അങ്ങനെ രംഗത്ത് വരുന്ന പക്ഷം ഞങ്ങളുടെയൊക്കെ കട്ട സപ്പോർട്ട് ടോണേച്ചാൻ ഉണ്ടാകും, അതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഇതാണ് ടോണേച്ചാനെതിരെയുള്ള ഒരു വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞില്ല, ഇതേ ടോണേച്ചാനുമായി ബന്ധപ്പെട്ട് മറ്റൊരു വോയിസ് ക്ലിപ്പും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ടോണേച്ചാൻ ഒരു സ്വർണ്ണ വ്യാപാരിയാണല്ലോ. അപ്പൊ ഏതോ പെൺകുട്ടിയെ സ്വർണം വിറ്റ് തരാമെന്നൊക്കെ പറഞ്ഞു വിളിച്ചു വരുത്തി മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള അടുത്തൊരു ആരോപണം കൂടി വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടോക്കാം. അവന്റെ കൈയും കാലും പിടിച്ച് പറഞ്ഞു, മോനെ ഒരിക്കലും അത് ചെയ്യരുത്, കാരണം എനിക്ക് ഇത്രയും നാളത്തെ ഒരു പരിഗണന തന്നവനാ. പക്ഷെ നമ്മുടെ വാക്ക് കേൾക്കുന്നവനല്ല നമ്മുടെ ആങ്ങളെ. കാരണം എന്റെ ഒരു നല്ലതിനും ചീത്തയ്ക്കും അവനൊന്നും സപ്പോർട്ട് അല്ലായിരുന്നു. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, അയാളെ അങ്ങനെ വിളിച്ചു വരുത്തി ഉപദ്രവിക്കേണ്ട ആവശ്യം എന്താ? അതാണ്, അത് കാര്യം പറഞ്ഞു തരാം. കറക്റ്റ് മാഡം, നമ്മൾ രണ്ടുപേരും പെണ്ണുങ്ങളാണ്. ഒരു മനുഷ്യനെയും പൈസയ്ക്ക് വേണ്ടി നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. സത്യത്തിൽ ഇവൾ ആദ്യം ഒരു 1.5 പവന്റെ സ്വർണം വിൽക്കാനായിട്ട് ഇവനെ വിളിച്ചു വരുത്തി അവൻ ആ സ്വർണം വിറ്റ് കൊടുക്കുമ്പോൾ തിരിച്ച് ഇവളെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് വണ്ടി കയറ്റിയപ്പോഴത്തേക്കും അവളോട് അപമര്യാദയായിട്ട്, അത് കാരണം പെട്ടെന്ന് ഒരു പെണ്ണിനോട് ആരും കാണിക്കത്തില്ല, എന്തെങ്കിലും ഒരു നല്ല സൂചന കിട്ടിയാലേ ചെറുപ്പക്കാർ കാണിക്കത്തുള്ളൂ. ഞങ്ങളത് പറയുന്നുണ്ട്. ഒരാണുങ്ങളും അവള് നല്ലതായിരുന്നു എങ്കിലും അപ്പൊ തന്നെ പ്രതികരിക്കണമായിരുന്നു. ഒരാണുങ്ങൾ അപ്പൊ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്ന സത്യസന്ധയ്ക്ക് അവനും ഞാനുമായിട്ട് നല്ല രീതിയിലുള്ള ബിസിനസ് നടന്നുകൊണ്ടിരുന്ന പോലും ഇന്ന് വരെ എന്നെ എടി സജന എന്ന് വിളിച്ചിരിക്കുന്ന. ഓക്കെ, അപ്പൊ രണ്ട് പെണ്ണുങ്ങൾ തമ്മിലുള്ള ഒരു സംസാരത്തിന്റെ വോയിസ് ക്ലിപ്പാണ് നമ്മളിപ്പോ കേട്ടത് അല്ലേ. ഇതിലിപ്പോ ഇവര് മെയിൻ ആയിട്ട് സംസാരിക്കുന്ന കാര്യം എന്താണ്? ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ സ്വർണം വിറ്റ് തരാമെന്ന് പറഞ്ഞ് അവളെ വിളിച്ചു വരുത്തി അവളോട് മിസ്ബിഹേവ് ചെയ്തു. അത് കാരണം നല്ല ഇട്ട് ടോണേച്ചാന് കിട്ടിയെന്നുള്ളതാണ്. അതിനെ കുറിച്ചാണ് ഈ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്. ഞാൻ ഇപ്പോഴും സ്റ്റിൽ പറഞ്ഞു, ഇതെല്ലാം ജസ്റ്റ് ആരോപണങ്ങൾ മാത്രമാണ് കേട്ടോ. ഇതിനെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് മുന്നിൽ ബോധിപ്പിച്ച് തരേണ്ടത് ടോണേച്ചാൻ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അഡ്രസ് ചെയ്യുന്നു എന്ന് മാത്രം. ഇനി ഇതുകൊണ്ടും തീർന്നില്ല കേട്ടോ. ഇപ്പൊ എത്രയും നമ്മൾ കേട്ടത് മുഖം കാണാത്ത കുറച്ച് വോയിസ് ക്ലിപ്പുകൾ മാത്രമാണ്. എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പരസ്യമായി ഒരു യുവതി ടോണേച്ചാനെതിരെ രംഗത്ത് വന്നതാണ്. അത് മറ്റാരുമല്ല, ഇൻസ്റ്റാഗ്രാമിൽ മല്ലു കോമ്പസ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു വൈറൽ കപ്പിളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഈ അടുത്തായിരുന്നു അവരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞത്. ആ സമയത്ത് അവരുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ അതിലെ പെണ്ണാണ് ഇപ്പോൾ ടോണേച്ചാനെതിരെ പരസ്യമായി ഭർത്താവിനൊപ്പം രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മൾ എന്തായാലും പുള്ളിക്കാരത്തേക്ക് പറയാൻ എന്താണെന്ന് കേട്ടോക്കാം. നാട്ടിൽ മൊത്തം ടോണിച്ചായന്റെ കുറെ വിശേഷങ്ങളാണ്. ഞാൻ പണ്ടേ ഇവളോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു വീഡിയോ എടുത്ത് ചെയ്യാന്നുള്ള കാര്യം. എന്നോട് പറഞ്ഞാൽ വേണ്ട വിട്ടുകളാ. ഇവൻ ചാരിറ്റി ഒക്കെ ചെയ്യുന്നൊക്കെ എന്തോ ആയിക്കോട്ടെ. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഇപ്പം എന്നും കുടുങ്ങുമെന്നുള്ളൂ. വേറെ ആരും അല്ല. ഇപ്പം ഇവള് ആങ്കർ MC ആണ്. അപ്പം പലപ്പോഴും വർക്കിന് പോവും. അപ്പൊ നീ ടോണിച്ചാന്റെ ഇവിടുത്തെ വർക്കിന് പോയിട്ടുണ്ടല്ലോ? 4 ഇവന്റ് ചെയ്തു. 4 പുള്ളി അവരുടെ ഇതിനകത്ത്. അപ്പം എപ്പോഴും നിനക്ക് മെസ്സേജ് അയച്ചാലും 3ാമത്തെ ഇവന്റ് കഴിഞ്ഞു. എന്തോ അയച്ചേ? തൊലി അങ്ങ് ഉരിഞ്ഞ് നമ്മളത് എന്തോ നമ്മളെ തൊലി ഉരിഞ്ഞു പോകും. അത് പറഞ്ഞിട്ട് വേറെ നീ അവിടെ മറ്റേ പരിപാടി കഴിയുമ്പോ എന്തോ അച്ഛനെ ഫോണോ എന്തോ ടിവിയോ കുടുംബസംഗമത്തിന് കുറെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ വേണം എടുത്തോ കറി വെച്ചോ അല്ലെങ്കിൽ ഞങ്ങളുടെ കോഴിത്തര സഹിക്കാൻ വയ്യ. ഇനിയിപ്പോ ടിവി ഒക്കെ എടുത്ത് വെച്ചിട്ട്
അപ്പൊ എന്റെ അടുത്ത് മറ്റേ ക്യാമറ ടീമിലുള്ള പയ്യന്മാരുണ്ട് പറഞ്ഞായിരുന്നു എന്റെ പൊന്നെ ചേച്ചി എന്താണെങ്കിലും ഇങ്ങനെ കോഴിത്തരം കാണിക്കും. ആ സൈഡിലൊരു 54 ഇഞ്ചിന്റെ 42 ഇഞ്ചിന്റെ ടിവിയാ, അതെടുത്ത സൈഡിൽ വീട്ടിൽ കൊണ്ടുപോകാൻ നോക്ക്. അത് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും അങ്ങേര് കോഴിത്തരം കാണിക്കും. ഓ എനിക്ക് ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ നിന്ന് കുറെ ആളുകൾ മറ്റേ കൂടുവിട്ട് ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നപ്പോഴത്തേക്ക് ഈ അവന്റെ സംസാരം കേട്ടാലേ അറിയാം ഈ പറയുന്ന രീതിയിലുള്ള പാന്റും ചുമന്ന ഷർട്ടും കിളിപ്പച്ച ഷൂവും അതില് ഫെയർ ആൻഡ് ലവ്ലിയുടെ മുകളിൽ പൗഡറും വിത്ത് ഐഷാഡോ ആൻഡ് ലിപ്സ്റ്റിക്. ഞങ്ങൾ വീട്ടിൽ ആരെ കൊച്ചു പിള്ളേരെ പൗഡർ ഇട്ട് ഇറക്കുന്ന പോലെ കിടക്കുക. ഞങ്ങള് വീട്ടിൽ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പണ്ട് ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരു വർഷം മുന്നേ ആ സമയത്ത് ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഈ കുടം ഇങ്ങനെ ഫ്ലെക്സ് ഒക്കെ കാണും, ഇവ അതിന്റെ മോനെ ഇങ്ങനെ വളർത്തരാന്നും പറയുമായിരുന്നു ഇവിടെ. നമ്മളത് വിട്ടാക്കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും കുത്തിപ്പോക്കുന്നാണ് ഇപ്പോൾ നമ്മൾ ഓർക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് നിന്നോട് അയച്ചത് എന്തോ ഇഷ്ടമായിട്ടാ നിനക്ക് മെസ്സേജ് അയക്കുന്നത്, നീ എവിടെ അടി, പക്ഷെ ഇങ്ങനത്തെ സൗണ്ട് അല്ല ഭയങ്കര സൗണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവർ ടോണി അച്ചായനെതിരെ പറയുന്നത്. ഇങ്ങനെ ഒരു കാട്ടുപോയി എന്നുള്ള രീതിയിലാണ് ഇവരുടെ സെൽറ്റോസുകളെക്കാർ റെഡ് ഷർട്ട് ഇട്ടിട്ട് കാണിച്ചു കൂട്ടിയതൊക്കെ നാട്ടുകാർ കാണും, അല്ലാണേ കാണും. അല്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ചായൻ പെട്ടു തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും നല്ല ഉള്ളിലേക്കുള്ള ഭീഷണിയുമായിട്ടാണ് എന്റെ കേസിൽ രംഗത്ത് വന്നിരിക്കുന്നത്. അല്ലേ, ഒന്നെങ്കിൽ സീക്രട്ട് ഏജന്റിനോട് മാപ്പ് പറയുക, അതല്ലെങ്കിൽ 4 ലക്ഷം പറ്റിച്ച ഒരു ഫാമിലിക്ക് ആ പണം തിരിച്ചു കൊടുക്കുക. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഇതുവരെ കണ്ട കുൽസിതങ്ങൾക്കപ്പുറം വീണ്ടും അടുത്ത കുൽസിതങ്ങൾ കുത്തിപ്പൊക്കുന്നൊക്കെയാണ് ആശാൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇത് കാരണം ടോണിച്ചായന് നന്നായി വേർക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഇനിവേ അതവിടെ കിടക്കട്ടെ. ഇനി ഇതിനിടയ്ക്ക് ടോണിച്ചായന് തന്റെ സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ആ വീഡിയോ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ പറയുന്ന ടോണി അച്ചായൻ കാലിന് വയ്യാത്തൊരു മനുഷ്യന് ലൈഫ് മിഷന് കിട്ടിയ വീടിന്റെ ഫുൾ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നോക്കിയെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ ടോണി അച്ചായൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം നിർത്താൻ പോകണമെന്നും പറഞ്ഞുകൊണ്ട്. നമുക്ക് ആ വീഡിയോ കണ്ടുനോക്കാം. ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്, ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. ക്യാഷ് ചോദിച്ചെന്നോ? ആരാണ് ക്യാഷ് ചോദിച്ചെന്ന് പറയുന്നത്? അങ്ങനെ ഏത് മറ്റവനാണ് ക്യാഷ് ചോദിച്ചതെങ്കിൽ അവനെ എക്സ്പോസ് ചെയ്യണല്ലോ ടോണിച്ചായ. ഞാൻ അറിഞ്ഞിടത്തോളം ഇന്നേ വരെ ടോണിച്ചായനോട് ആരും ക്യാഷ് ചോദിച്ചതായിട്ട് എന്റെ അറിവിലില്ല. ഈ ടോണിച്ചായനെതിരെ വീഡിയോ ചെയ്ത് പലരുമായി എനിക്ക് കോൺടാക്ട് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അവരാരും ടോണിച്ചായനോട് ക്യാഷ് ചോദിച്ചിട്ടില്ല. പിന്നെ ടോണിച്ചായൻ സ്വമേധയെ സെൽഫ് പ്രൊമോഷന് വേണ്ടി പല ഓൺലൈൻ ചാനലുകൾക്കും അങ്ങോട്ട് ക്യാഷ് കൊടുത്തായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അല്ലാതെ ടോണിച്ചായനോട് ഇങ്ങോട്ട് ക്യാഷ് ചോദിച്ചതായിട്ട് എന്റെ അറിവിൽ ആരുമില്ല. അതെന്തോ ടോണിച്ചായൻ ചുമ്മാ തട്ടി വിട്ട പോരാണ് എനിക്ക് തോന്നുന്നത്, ഒരു പഞ്ചിന് അങ്ങോട്ട് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ. എന്നെ ഇപ്പോഴും ഒന്നുപോലെ സ്നേഹിക്കുന്ന എന്റെ നാട്ടുകാർ എന്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല. എന്റെ ഫാമിലിയുടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത്. അപ്പോഴും എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്. അല്ല, അങ്ങനെ പറയരുത്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു ചാറ്റ് നിർത്തണം? നിങ്ങൾ ഇവിടെ ചാറ്റ് നിർത്തേണ്ട ഒരു ആവശ്യമില്ല. 10 മടങ്ങ് നിങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങളെ നിങ്ങൾ നേരിട്ട് രംഗത്ത് വരികയല്ല വേണ്ടത്. അതല്ല ആർജവമുള്ള ഒരാൾ ചെയ്യേണ്ടത്. അല്ലാതെ 1-2 ആരോപണങ്ങൾ വരുമ്പോഴേക്കും അങ്ങോട്ട് ഈ ചാരിറ്റി നിർത്തി പൂട്ടിക്കെട്ടി പോവാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഇതൊരു തരം ഒളിച്ചോട്ടമാണ്. ആരോപണങ്ങൾ നേരിടാനുള്ള പേടി കാരണമുള്ള ഒരു ഒളിച്ചോട്ടം. ഒരിക്കലും ഇങ്ങനെ ഒളിച്ചോട് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഭീരുക്കളാണ് ഇമാതിരി പരിപാടി ചെയ്യുന്നത്. ഇങ്ങനെ 1-2 ആരോപണങ്ങൾ കാരണം നിങ്ങൾ ചാറ്റ് നിർത്തുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഭീരുവാണെന്ന് ഞാൻ പറയത്തുള്ളൂ ടോണിച്ചായ. പക്ഷെ നിങ്ങൾ നിർത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. മിക്കവാറും ഇത് മൂപ്പരുടെ ഒരു ഇമോഷണൽ ഡ്രാമ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഇങ്ങനെയൊക്കെ പബ്ലിക്കിന് മുന്നിൽ വരുന്ന സമയത്ത് പബ്ലിക്കിന് ഒരു സാതാപം കിട്ടല്ലോ. അച്ചായ നിങ്ങൾ ചാറ്റ് നിർത്തരുത്, നിങ്ങൾ പ്രതീക്ഷിച്ച് കുറെ പാവങ്ങൾ ഇവിടെ കാത്തി നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യല്ലോ. അപ്പൊ അതിനുവേണ്ടി മൂപ്പർ ഇങ്ങനെ പറഞ്ഞതാവാനും സാധ്യതയുണ്ട്. എന്തെന്നാലും ആരോപണങ്ങൾ വരുമ്പോഴേക്കും ഇങ്ങനെ ചാറ്റ് നിർത്താന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ മോശമാണ്. ഇനി ഈ ആരോപണങ്ങളെല്ലാം സത്യമാണെങ്കിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ, ടോണിച്ചായ എനിക്ക് നിങ്ങളോട് പറയണത് നിങ്ങൾ ഈ ചാറ്റൊക്കെ നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം പൊതുജനത്തിന് മുന്നിൽ പാവങ്ങളൊക്കെ സഹായിക്കുന്ന നല്ലൊരു മനുഷ്യനായി നടക്കുകയും പൊതുജനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഇമാതിരി കോഴിത്തരം കാണിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണെങ്കിൽ അത് വെച്ച് പൊറപ്പിക്കാൻ പാടില്ലല്ലോ. അല്ലെങ്കിലേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. പല പണക്കാരും ഈ പറയുന്ന പാവപ്പെട്ടവരെ നന്നായി സഹായിക്കും. ഈ സഹായിക്കുന്നത് എന്തിനാണ്? അവരുടെ പല കുൽസിത പ്രവർത്തനങ്ങൾക്കും ഉള്ളൊരു മറയായിട്ടാണ് അവർ ഈ പരിപാടി ചെയ്യുന്നത്. അങ്ങനെ ഒരാളായി ടോണിച്ചായൻ മാറില്ലെന്ന് കരുതുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, ടോണിച്ചായനെതിരെ വന്ന ആരോപണങ്ങളെല്ലാം ഒരു ആരോപണങ്ങളായി തന്നെ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. ടോണിച്ചായൻ ഈ വിഷയങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്നത് വരെ ടോണിച്ചായൻ ഒരു ധൈര്യശാലിയെ പോലെ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അഡ്രസ്സ് ചെയ്യാത്ത പക്ഷം ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കേണ്ടി വരും. അത് കൂടുതൽ ദോഷം ചെയ്യാൻ പോകുന്നത് ടോണിച്ചായന് തന്നെയായിരിക്കും. ഐ സ്റ്റിൽ റിപ്പീറ്റ് അഗൈൻ, തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്തിനാ ആരെ ഭയക്കണം? ടോണിച്ചായ, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് വാ.
ഞങ്ങളുണ്ട് കൂടെ. പ്രത്യേകിച്ച് ഒരുപാട് സ്ത്രീകൾ ഇന്ന് പല പുരുഷന്മാർക്കെതിരെയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാലമാണിത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആര് ഭയക്കണം? മുമ്പും ഇതേപോലെ വ്യാജ ആരോപണങ്ങളെ കൃത്യമായി നേരിട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആര്? സിനിമാ നടനായിട്ടുള്ള നിവിൻ പോളി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ നിവിൻ പോളിക്കെതിരെ ഒരു യുവതി ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. പലരും അത് ഓർക്കുന്നുണ്ടാകും. അന്ന് നിവിൻ പോളി ചെയ്ത പരിപാടി എന്താണ്? ഒരു പ്രസ് മീറ്റ് വിളിച്ച് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പ്രസ് മീറ്റിൽ വെച്ച് ജനങ്ങളങ്ങ് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതോടെ എല്ലാവരും നിവിൻ പോളിയുടെ കൂടെ നിന്നു. അതേപോലെ അച്ചാനും പ്രസ് മീറ്റ് വിളിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അച്ചാന് സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ. അതിലൊരു വെറുതെ ഒരു വീഡിയോ ഇട്ടാൽ പോലും 1 മില്യൺ ഷോർട്ടാണ്. അങ്ങനെയുള്ള ഒരു ചാനലിൽ ടോണി ചായൻ തന്നെ വന്ന് പറഞ്ഞാൽ മതി, എനിക്കെതിരെ വന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഞങ്ങൾ എല്ലാവരും ടോണി ചായന് കൂടെ നിൽക്കും. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ തെറ്റൊന്നും ചെയ്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒന്ന് പറയാവൂ കേട്ടോ. ഇല്ലെങ്കിൽ അപ്പുറത്ത് ആരോപണം ഉന്നയിച്ച ആളുകൾ വീണ്ടും അടുത്ത തെളിവുകളായിട്ട് വരും. അത് ആലോചിച്ചിട്ട് വേണം രംഗത്ത് വന്ന് സംസാരിക്കാൻ. ഞാൻ പ്രിക്കോഷൻ പോലെ പറഞ്ഞൊന്നുള്ളൂ കേട്ടോ. എന്തായാലും ഈ ആരോപണങ്ങൾക്കെല്ലാം ടോണി ചായൻ മറുപടിയുമായി രംഗത്ത് വരുമെന്ന് നമുക്ക് കരുതാം. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.